ദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിലും ഒരു ബദൽ ശബ്ദം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയരുന്നില്ല. അപ്പോൾ അവർ തന്നെയാണ് അവരെ തോപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണിയല്ല, അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇപ്പോൾ ഈ UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറിലൊരു മാറ്റം എന്ന് പറയുന്നത് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാർ കേരളത്തിലൊന്ന് മത്സരിക്കുക, AICC ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി, ഇതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു ട്രെൻഡിലേക്കാണ് പോകുന്ന കാര്യം? ഒരിക്കലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രവണതകൾ ഇത്തവണ ആവർത്തിക്കില്ല. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആളുകൾ, അവരൊരു ബദലാവാൻ സാധ്യതയുണ്ട്. മധ്യപ്രദേശ് രാജസ്ഥാൻ വിജയം അതിൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നു. ഇത്തവണ മധ്യപ്രദേശിലും തോറ്റു, രാജസ്ഥാനിലും തോറ്റു. ദേശീയ തലത്തിലുള്ള ഒരു വിഷയത്തിലും ഒരു ബദൽ ശബ്ദം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉയരുന്നില്ല. അപ്പം ജനങ്ങൾക്ക് കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയില്ല. പിന്നെ ഈ മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിച്ച് നിർത്തുന്ന കാര്യത്തിലും കോൺഗ്രസിന് വലിയ റോൾ വഹിക്കാൻ പറ്റുന്നില്ല. ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നേരത്തെ തന്നെ കോൺഗ്രസ് ഇടപെടലായിരുന്നു, അവർ ജാഥയും നടത്തി നടന്നു. അപൂർവ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ സീറ്റ് ഷെയറിംഗ് പൂർത്തിയായി എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിയത്. ദേശീയ തലത്തിൽ BJPയുടെ ഭരണം അവസാനിപ്പിക്കുക എന്നതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് LDFും UDFും തമ്മിൽ മത്സരിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. തമിഴ്നാട്ടിൽ DMK നേതൃത്വം നൽകുന്ന മുന്നണിയിൽ എല്ലാവരും ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്. അതുകൊണ്ട് അവിടെയും BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. കർണാടകത്തിൽ എന്ത് റോളാണ് കോൺഗ്രസ് എടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അവിടെ മറ്റ് മതേതര പാർട്ടികളെ യോജിപ്പിച്ച് നിർത്താൻ കഴിയുമോ, അല്ലെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കാണിച്ച ഉദ്ധരണത തുടരുമോ, അത് അവരുടെ നിലപാടിനനുസരിച്ചിരിക്കും. തെലുങ്കാന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും കർണാടകത്തിൽ BJP ജയിച്ചതാണ്. ഇത്തവണ അതൊന്നും ആവർത്തിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിന്നാൽ BJPക്കെതിരായ ഒരു നല്ല ഫൈറ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അയോധ്യ ഉദ്ഘാടനത്തിന് ശേഷം വിജയത്തിന് ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്ന രീതിയിൽ പ്രചാരവേലയുമായി വന്ന BJPക്ക് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് കർഷക സമരം. കർഷക സമരം ഇപ്പോഴും തുടരുകയാണ്. UP നിന്നുള്ള കർഷകരുടെ സമരം രാംലീല മൈതാനത്ത് മഹാപഞ്ചായത്ത് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ വരുമ്പോൾ UP അതിർത്തിയിലായിരിക്കും അവരെ തടയുക. അപ്പോൾ ഡൽഹിയുടെ 2 അതിർത്തിയും ഏതാണ്ട് ഒരു യുദ്ധക്കളമായി മാറും. ഇതൊന്നും ഒരു പ്രതീക്ഷിച്ചതല്ല. ജനങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങളും അവരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളെയും പൂർണ്ണമായി അടിച്ചമർത്തി വർഗീയ മുദ്രാവാക്യം വെച്ച് മാത്രം പോകാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ LDFന് വലിയ വിജയമുണ്ടാവും. ഒന്ന്, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു നിമിഷം പോലും പാർലമെന്റിൽ ഉന്നയിക്കാൻ UDF MPമാർ ശ്രമിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അവർക്കുള്ള രാഷ്ട്രീയ വിരോധം സംസ്ഥാനത്തോടുള്ള വിരോധമായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ സമരത്തിന് വന്നില്ല ഡൽഹിയിൽ? ഞങ്ങളുടെ സമരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കർണാടക ഗവൺമെൻറ് ഇതേ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തിയില്ലേ? ആ സമരത്തിൽ ഞങ്ങളെ അവർ ക്ഷണിച്ചില്ല. കേരളത്തിലെ സമരത്തിന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചു, അവർ വന്നില്ല. കേരളം ഉന്നയിച്ച പ്രശ്നങ്ങൾ ശരിയാണെന്ന് സുപ്രീം കോടതി വിധി തെളിയിച്ചു. ഇതുവരെ സതീശൻ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളമാണ്, കേന്ദ്രമല്ല എന്നാണ്. പക്ഷേ കടമെടുപ്പിൻ്റെ പരിധി കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറച്ചത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞല്ലോ. മാത്രമല്ല, അവശേഷിക്കുന്ന കാര്യങ്ങളിലും കോടതി വിധി പറയാൻ പോകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ശരിയായ വിധത്തിലൊരു നിലപാട് കോൺഗ്രസ് എടുക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ നിഷേധിച്ചത്, ആനുകൂല്യങ്ങൾ തടഞ്ഞത് ഈ നയമാണ്. വർഗീയതക്കെതിരെ അവസരവാദ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി നേരിട്ട് വന്നിട്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വരാൻ പോകുന്നു. കേരളത്തിൽ ഇങ്ങനെ മത്സരിക്കുന്നതുകൊണ്ട് എന്ത് സന്ദേശമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്? ഇതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ? മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടിയെ ഏകോപിപ്പിക്കുക, മറ്റ് പാർട്ടികളുമായിട്ട് കൂടിയാലോചനകൾക്ക് നേതൃത്വം നൽകുക, ഇതെല്ലാം ചെയ്യേണ്ടയാൾ, അത്ര ഉത്തരവാദപ്പെട്ട ഒരാൾ. ഒരു മണ്ഡലത്തിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. ഇതുതന്നെയാണ് അവരുടെ നിലപാട്.
വടക്കേ ഇന്ത്യയിൽ BJPക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഒരു സേഫ് സീറ്റ് അന്വേഷിച്ച് പോരുമെന്ന് പറഞ്ഞാൽ ഭീരുത്വമാണ്. വടക്കേ ഇന്ത്യ പൂർണ്ണമായും BJPക്ക് വിട്ടുകൊടുക്കുക. അവിടെ പാറ്റ്നയിലൊരു വലിയ റാലി സംഘടിപ്പിച്ചു. RJD ആണ് നേതൃത്വം കൊടുത്ത്. കോൺഗ്രസിനൊരു റോളുമില്ല. മധ്യപ്രദേശിൽ റാലി നടത്താൻ തീരുമാനിച്ചത് കമൽനാഥ് എതിർത്തു. അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ ഏകോപിപ്പിച്ച് BJPക്കെതിരായ മതേതര മുന്നണി ശക്തിപ്പെടുത്തുന്നതിന് പകരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പോരാട്ടവുമായി ഇവിടെ വരുന്നത് അങ്ങേയറ്റം ഭീരുത്വമാണ്, തെറ്റായ നിലപാടാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ബാംഗ്ലൂരിലും അതുപോലെ ബീഹാറിലൊക്കെ യോഗം ചേരുമ്പോൾ വലിയ ആവേശമായിരുന്നു. ആ ആവേശം പിന്നീട് കോൺഗ്രസിന് ഉണ്ടായില്ല എന്ന് തോന്നി. കോൺഗ്രസ്സിന് എപ്പോഴും ഇങ്ങനെ തന്നെ. മധ്യപ്രദേശ് രാജസ്ഥാൻ ഇലക്ഷൻ വന്നപ്പോൾ മതേതര പാർട്ടികളുമായി യോജിപ്പുണ്ടാക്കാൻ അവർ ശ്രമിച്ചില്ല. രാജസ്ഥാനിൽ ഇടതുപക്ഷത്തിന് 2 സീറ്റ് ഉണ്ടായിരുന്നു CPIM-ന്. 5 മണ്ഡലങ്ങളിൽ 5000 വോട്ടിന് തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇടതുപക്ഷ മതേതര പാർട്ടികൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് ആ മണ്ഡലങ്ങളിൽ കിട്ടിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് നിരവധി ലേഖനങ്ങൾ വന്നു. സമാജ്വാദി പാർട്ടിയുമായി ധാരണയുണ്ടാക്കിയിരുന്നെങ്കിൽ മധ്യപ്രദേശിൽ അവർ ജയിക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് അവരെ തോൽപ്പിക്കുന്നത്. വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തരും നേതാക്കന്മാരാണ്, ഓരോരുത്തരും തീരുമാനിക്കുന്നു. ഹൈക്കമാൻഡ്, കേന്ദ്ര നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ വെറും കടലാസിൽ മാത്രമേ ഉള്ളൂ. അവർക്കൊരു നിയന്ത്രണവുമില്ല, അവർക്കൊരു സ്വാധീനവും ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. ഇന്ത്യ മുന്നണിയാണല്ലോ ഒരു ബദലുള്ളത്. എങ്ങനെയാണ് ഇന്ത്യ മുന്നണി പിന്നീട് BJPക്ക് ബദലായി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കുക കോൺഗ്രസ് അല്ലെങ്കിൽ? നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ദേശീയ തലത്തിലൊരു മുന്നണി എന്നത് അപ്രായോഗികമാണ്. ഓരോ സംസ്ഥാനത്തുമുള്ള മതനിരപേക്ഷ പാർട്ടികളെ യോജിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് ആ സംസ്ഥാനത്തുള്ള പാർട്ടിയുടെ സ്വാധീനം കോൺഗ്രസ് അംഗീകരിക്കണം. കോൺഗ്രസിനൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത സംസ്ഥാനങ്ങളുണ്ട്, പക്ഷേ മറ്റ് പാർട്ടികൾക്ക് ചെയ്യാൻ പറ്റും. ആ വീക്ഷണത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല. അതാണ് അവർക്കുള്ള ന്യൂനത. ഇപ്പോഴും ഇന്ത്യയിൽ എല്ലാ മതനിരപേക്ഷ പാർട്ടികളും അതാത് സംസ്ഥാന തലത്തിൽ യോജിച്ച് നിൽക്കുകയാണെങ്കിൽ BJPക്ക് ഒരു വലിയ വെല്ലുവിളിയാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 37% വോട്ടാണ് NDAക്ക്. ആ വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ഭിന്നിപ്പാണ്. ചില ട്രോജൻ ഹോഴ്സുകളുണ്ട്, BSPയെ പോലെ BJPയെ ജയിപ്പിക്കാൻ നടക്കുന്നവർ. അല്ലാത്തവർ പല സംസ്ഥാനങ്ങളിലും ഉറച്ചു നിൽക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി, RJD. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അവരെ സകല വിധത്തിൽ ദ്രോഹിച്ചിട്ടും ഇതുവരെ കീഴടങ്ങിയിട്ടില്ലല്ലോ. അവരുടെ ഒരു മന്ത്രി 8 മാസമായി ജയിലിലാണ്. നിരന്തരമായി മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് അയക്കുകയാണ്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറനെ നിസ്സാരമായ ഒരു കേസിൽ പിടികൂടി ജയിലിലാക്കി. ആ ഗവൺമെൻറ്റിനെ പൊളിക്കാനാണ് ചെയ്തത്, പക്ഷേ അവർ പൊളിഞ്ഞില്ല. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഉണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. BJPക്ക് ബദൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അവർ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നു. BJP 400 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യം ദേശീയ തലത്തിൽ ഉയരുന്നില്ലേ? അതൊരു വലിയ പ്രശ്നമല്ല. 2004 വാജ്പേയി ഗവൺമെൻറ് ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിൽ വന്നു. 6 കൊല്ലത്തെ ഭരണത്തെ തുടർന്ന് അന്നൊരു പ്രത്യേക നേതാവിനെ മുന്നിൽ നിർത്തിയല്ല പ്രതിപക്ഷം മത്സരിച്ച്. കോൺഗ്രസിനെ എതിർത്ത് മത്സരിച്ച് ജയിച്ച CPM-ന്റെ 42 പേര് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ആയത്. അതുകൊണ്ടൊരു നേതാവ് എന്നത് ഒരു പ്രധാന ഘടകമല്ല. രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് യോജിപ്പുണ്ടാക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ DMK അവിടെയുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. RJD ശ്രമിക്കുന്നുണ്ട് ബീഹാറിൽ, അവർക്കതിൽ വിജയിക്കാൻ പറ്റുന്നുണ്ട്. ഈ നിലപാട് പഠിച്ച് കോൺഗ്രസ് അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനത്തും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കണം. അതവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതി. അവരുടെ മുഖ്യ പോരാട്ടം കേരളത്തിലാവുന്നത് രാഷ്ട്രീയമായ അവരുടെ പാപ്പരത്വമാണ്. നിലവിലുള്ളൊരു ഇന്ത്യ മുന്നണി സംവിധാനം അല്ല വേണ്ടതെന്നുള്ളത് തന്നെയാണ്. നിലവിലുള്ള രീതിയിലല്ല വേണ്ടത്. ഇന്ത്യ മുന്നണിയല്ല, അതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. പ്രതിപക്ഷ മതേതര പാർട്ടികൾക്ക് യോജിച്ച് നിൽക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഓരോ സംസ്ഥാനത്തും നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്ത് മതനിരപേക്ഷ കക്ഷികളെ യോജിപ്പിച്ച് നിർത്താനുള്ള ഫ്ലെക്സിബിലിറ്റി എല്ലാവരും കാണിക്കണം. അത് കോൺഗ്രസ് ആ നിലയിലേക്ക് വരുന്നില്ല.